സലീമേട്ടാ നമസ്കാരം. നമസ്കാരം. സലീമേട്ടൻ്റെ കഥാപാത്രങ്ങൾ സിനിമയിലേത് എടുക്കുമ്പം ട്രോളുകളായും മീമുകളായും സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ കോമഡി ക്ലിപ്പുകളായിട്ടൊക്കെ വരുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഡയലോഗുകളെല്ലാം ഷാഫി സാറിൻ്റെ പടങ്ങളിലേതാണ്. ആദ്യത്തെ നിങ്ങളുടെ കോമ്പിനേഷനിൽ വന്ന പടത്തിലെ തന്നെ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിന്നീട് ഒരു ഫ്രേസായിട്ട് മലയാളികൾ ഉപയോഗിക്കുകയായിരുന്നു. വൺ മാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിലെ. വൺ മാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ടോ പരിചയമുണ്ടോ? അത് ഏത് കാലത്താണ്? സൗഹൃദമില്ല. അതിനു മുമ്പ് അറിയാം, ഷാഫിയായിട്ട് നല്ല ബന്ധമുണ്ട്. പുള്ളി അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് ഷാഫി. മലബാറിൽ നിന്നൊരു മണിമാരൻ അസോസിയേറ്റ് ആണ്, അസിസ്റ്റന്റ് ആണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അല്ല, അസോസിയേറ്റ് ആണ് അതിന്റെ. മലബാറിൽ നിന്നൊരു മണിമാരൻ വടകര വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. പപ്പൻ നെരിപ്പറ്റ എന്ന് പറയുന്ന ഡയറക്ടറാണ് അതിന്റെ ആളാണ് അതിന്റെ പടം ചെയ്യുന്നത്, ഡയറക്ഷൻ. അപ്പോൾ അതിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ഷാഫിനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് തെങ്കാശിപ്പട്ടണത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് അല്ല ഷാഫി. അസോസിയേറ്റ് ചാക്കോ ഒറ്റയാണ് തോന്നുന്നു, അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീടാണ് വൺ മാൻ ഷോ വരുന്നത്. ആ വൺ മാൻ ഷോ കഴിഞ്ഞോടി ആ ബന്ധം ഒരു സൗഹൃദമായിട്ട് മാറി. കല്യാണരാമൻ കഴിഞ്ഞപ്പോൾ അതിലും രണ്ടാമത്തെ ചിത്രം കല്യാണരാമനാണ്. കല്യാണരാമനിലൊക്കെ ഈ സലീമേട്ടന് തരുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഷാഫി എന്ന് പറയുന്ന ഡയറക്ടർ തരുന്ന ഒരു സ്വാതന്ത്ര്യവും അതിൻ്റെ സലീമേട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ ഫുൾ ഫോമിൽ അഴിഞ്ഞാടുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു ചെയ്ത്താണ് ഉണ്ടായിരുന്നു. അപ്പം സലീമേട്ടൻ്റെ പുറത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എപ്പോഴും? അത് ഷാഫിനോട് തന്നെ ചോദിക്കണം എന്തായിരുന്നു എന്നുള്ളത്. എന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുള്ളത്. അതെ, അതായിരുന്നു. അതെനിക്ക് പറയാം. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കാം ഒന്നെങ്കിലും പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കോമഡി പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. പല സിനിമയിൽ നിന്ന് ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഷാഫിയുടെ പുറത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. അത് തള്ളിക്കളഞ്ഞ സാധനങ്ങൾ വേണ്ട, ബൗദ്ധികമായിട്ട് ചിരിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ല ഏതാണെന്നൊന്നും പറയുന്നു. അത് ഷാഫി നമുക്ക് കയറ്റാന്ന് പറയാം. എവിടെയെങ്കിലും സ്ക്രിപ്റ്റൊക്കെ എനിക്ക് നേരത്തെ തരും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഒന്ന്. അപ്പോൾ അസിസ്റ്റൻസിനോട് വിളിച്ച് പറയുകയും ചെയ്യും, സലീമിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തേക്ക്, നാളെ എടുക്കാൻ പോണ. അപ്പോൾ ഷാഫിക്ക് അറിയാം എന്തെങ്കിലും സംഭവങ്ങൾ. അല്ല, തിരക്കഥാകൃത്തിന് എല്ലാം എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, മൈന്യൂട്ടായ സംഭവങ്ങളൊന്നും നമുക്ക് എഴുതി വെക്കാൻ. അപ്പോൾ അങ്ങനത്തെ അല്ലാണ്ട് മൊത്തം നമ്മൾ തിരുത്തിയതൊന്നുമല്ല അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളും സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഷാഫിയുടെ പടമാണ്. അപ്പോൾ ഒട്ടുമിക്ക പടങ്ങളിലും ഞാനുണ്ട്. ഒരു 90% പടത്തിൽ, 2 പടത്തിൽ ഞാൻ ഇല്ലാത്ത എൻ്റെ അവസ്ഥയും കൊണ്ട് ഞാൻ ഇല്ലാണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഷാഫി പറഞ്ഞു നമുക്ക് ചെയ്യാം 2 countries എന്നത് പടം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പടത്തിലും ഞാനുണ്ട്. അപ്പോൾ 2 countries ഷൂട്ടിംഗ് എത്തിയപ്പോൾ ഷാഫി എന്നോട് പറഞ്ഞു, സലീം അത് പേടിക്കണ്ട, നമുക്ക് ധൈര്യമായിട്ട്. അപ്പോൾ ഷാഫി, ഞാൻ എങ്ങനെ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരാണ്. അപ്പോൾ ഞാൻ ആരോഗ്യം വരെയാണെങ്കിൽ സമയമുണ്ടല്ലോ നമുക്ക്. ഇനി അങ്ങനെയാണ് പറഞ്ഞത്. വിദേശത്ത് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അല്ല, ഞാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ല, അത് 2 countries ഒക്കെ വിദേശത്തായിരുന്നു. അല്ല, നമ്മുടെ സംഭവം ഇവിടെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർക്കൊക്കെ ഭയങ്കര ലോസാണ്. ഷാഫിക്കും അത് വലിയ കുഴപ്പമാണ്. അപ്പൊ ഞാനായിട്ടില്ല. അപ്പൊ അതൊന്നുമില്ല, അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെ കെട്ടിയൊന്നും പറയണ്ട, നമുക്ക് ചെയ്യാം, ഞാൻ എല്ലാവിധ ഇതും തരാം. ഞാൻ പറഞ്ഞു ഇല്ല. കാരണം ഷാഫി എപ്പോഴും പറഞ്ഞു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പടങ്ങളിൽ സലീമുണ്ട്. അപ്പോൾ ഞാൻ എന്നായാലും ഒരിക്കലും ഇത് പിരിയാൻ ഷാഫി, എന്നായാലും ഒരിക്കലും ഇപ്പോൾ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ തട്ടിപ്പോകുന്നതാണ്. അത് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞ ഷാഫി, എന്നായാലും ഞാൻ നമ്മളൊന്നും പിരിയേണ്ട ആൾക്കാരാ. അതിപ്പോഴങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ഷാഫിക്ക് അത് വിഷമം ഉണ്ടാവില്ല. ഇത് അയ്യോ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെ വിഷമം ഉണ്ടാവില്ല. പക്ഷെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. 2ാമത്തെ പടത്തിൽ, അതിന് ശേഷമുള്ള പടത്തിൽ ഇല്ല. ഒരു പടത്തിൽ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കിളി എന്ന് പറഞ്ഞിട്ടൊരു അതും നല്ല ഇതായി. ഓക്കിളി എന്ന് പറഞ്ഞത് ബിബിനൊക്കെ ഉള്ളൊരു അത് തന്നെ ബോംബ് കഥ, പഴയ ബോംബ് കഥ. അതില് ഫോട്ടോ ഉപയോഗിച്ചത് അതിന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പടത്തിലില്ലെന്നുള്ളൂ നിങ്ങളുടെ ഫോട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒട്ടുമിക്ക പടങ്ങളിലുണ്ട്. അല്ല, ഞാൻ ഈ സലീമേട്ടനോടുള്ള ഒരു ധൈര്യം സ്നേഹം ഞാൻ ചോദിക്കുന്നത്, എനിക്കൊന്ന് മായാവി എന്നൊക്കെ പറയുന്ന സിനിമ വരുമ്പോൾ മമ്മൂക്ക എത്രയുണ്ടോ
അതിനൊപ്പമോ കൂടുതലോ ഒക്കെ സലീമേട്ടനുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതായത് കണ്ണസ്രാങ്ക് എന്ന് പറയുന്ന ആള് ഒരു സീൻ കഴിഞ്ഞ് സ്ലോ മോഷൻ ആകുമ്പം നീ എവിടെ നിൽക്ക്, ശിഷ്യം പുറകെ നടന്നാൽ മതി, ഞാൻ മുന്നിൽ നടക്കും പറഞ്ഞിട്ട് കേറി നടക്കുന്നൊരു ഒരു അതെ അതെ. കഥാപാത്രത്തെ തരികയാണ്. അന്നത്തെ സാഹചര്യത്തിൽ മമ്മൂക്കയുടെ അത് പറഞ്ഞല്ലേ ആ കഥാപാത്രം ചെയ്യുന്നതിനകത്ത് സലീമേട്ടൻ എന്ന് പറയുന്ന ഒരാളോട് ആ ഡയറക്ടർ കാണിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതാണ് അല്ലേ. ആ പടം എടുത്താലും ശരി, ഇനി പുലിവാൽ കല്യാണം എടുത്താൽ ആ സിനിമയിൽ മണവാളന്റെ വരവും മണവാളന്റെ വളർച്ചയും, പുലിവാൽ കല്യാണം മണവാളന്റെ കഥയും കൂടെയാണ്. അപ്പൊ സലീമേട്ടന് തരുന്ന ഒരു സ്പേസ് വളരെ വലുതായിരുന്നു അല്ലെ. സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ അത്തരത്തിലുള്ള പോപ്പി എന്നൊരു പടമുണ്ടല്ലോ, പോപ്പിക്കോണാ, അങ്ങനത്തെ ഒരു പടമുണ്ട്. പോപ്കോൺ പോപ്കോൺ അല്ല, ലോലിപോപ്പ്. ലോലിപോപ്പ്. ലോലിപോപ്പ് അല്ല, പൃഥ്വിരാജൊക്കെ ജയസൂര്യൊക്കെ ഉള്ളത്. ചോക്ലേറ്റ്. ചോക്ലേറ്റ്. ആ കോളേജ് കുമാരൻ. കോളേജ് ആ കോളേജ് കുമാരനല്ല, കോളേജ് ചെന്നിട്ടുള്ള ഒരു സംഭവം. ആ ഏകദേശം ആ കോളേജ് മാർഗംകളിക്കാരെ അങ്ങനെ എല്ലാ പടത്തിലും ഷാഫിയുടെ എല്ലാ പടങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഇത്രയും കഥാപാത്രങ്ങൾ പോപ്പുലർ ആയതിനെ പറ്റി പിന്നീട് സംസാരിച്ചിട്ടുണ്ട്? അല്ല, ഷാഫി എനിക്ക് അയച്ചു തരും ഇതൊക്കെ, ഈ ട്രോളും മീമൊക്കെ അയച്ചുകൊണ്ട് പറയും ഇതൊക്കെ എൻ്റെ പടത്തിലേട്ടാ എന്ന് അടിക്കുറിപ്പുണ്ടാവും അതിനകത്ത്. സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബപരമായിട്ട് സൗഹൃദമുണ്ട്. പിന്നെ ഞങ്ങൾ ഉടക്കുന്നൊരു സ്ഥലമുണ്ട്. ഭയങ്കര ശത്രുതയിലാവും. ശത്രുത ആവുന്ന ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം ഒച്ചപ്പാടും ബഹളവും ഇട്ടുണ്ട്, ചൂടാവും, ഒച്ചപ്പാടായി ഇതായി ഈ ചായക്കടലിൽ രാഷ്ട്രീയം പറയൂലേ, അതേ ടൈപ്പ് ആയിക്കോളൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് പോയി ട്രോളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഷാഫി ഒരു അസാധ്യ മാർക്സിസ്റ്റുകാരനാണ്. അസാധ്യ മാർക്സിസ്റ്റുകാരൻ വെച്ചാൽ തീപ്പൊരിയാണ് ഷാഫി. അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റും കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് വാക്കുകൾ കൊണ്ട്, അല്ലാണ്ട് വേറെ വഴക്കൊന്നുമില്ല. അതപ്പോ തീർന്നു. ഇലക്ഷൻ കഴിയുമ്പോ എന്താണ് അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഇത്രയും നാൾ നമുക്ക് നമ്മ കുറച്ച് ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. ഷാഫി ഉണ്ടല്ലോ, നമ്മൾ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് പറയാനൊരാളുണ്ട്. ഷാഫി നല്ലൊരു വേഷം വേണം. അതെ, വേഷം വേണമെന്ന് അതൊരു ധൈര്യമാണ്. അത് പോയി, നഷ്ടപ്പെട്ടു.